Life with it on Hit 96.7 FM. This is Maya and Faslu. ഇന്ന് നമ്മൾ രണ്ടുപേരും തനിച്ചല്ല, ഇന്നൊരു ഗസ്റ്റും കൂടി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഫേസ്ബുക്കിൽ ലൈവും കൂടിയാണ്. ആൻഡ് ഇന്ന് എത്തിയിരിക്കുന്ന ആള് ചില്ലറക്കാരനൊന്നും അല്ല. അതായത് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ നടക്കാൻ തന്നെ നമ്മൾ പറയും, നടക്കണമല്ലോ, വണ്ടി എടുത്തിട്ട് പോവല്ലേ ഇത്. പക്ഷേ 1100 കിലോമീറ്റർ ഇവിടുന്ന് നേരെ നടന്ന് സൗദി എത്തി. അവിടെ ഒരൊറ്റ കാലില് തപസ്സായിരുന്നു. ഇല്ല, എന്റെ മുന്നിൽ വന്ന് പ്രസാദിക്കുന്നത് വരെ, ഒരു ദർശനം തരുന്നത് വരെ ഞാൻ ഇവിടുന്ന് മാറില്ല എന്നൊരൊറ്റ കാലിൽ നിന്നപ്പം അവസാനം അതെ CR7 പറഞ്ഞു, ശരി വരൂ മകനെ, അങ്ങയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു, ചോദിക്കൂ എന്താണ് വരവെന്നുള്ളത്. ഓക്കെ, സിവിൻ ആണ് ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്. സിവിൻ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോ ഈ ഒരു ദൗത്യം ഇത് പ്ലാനിങ്ങോടെ ചെയ്താണോ അതോ മനസ്സിൽ തോന്നി പുള്ളിക്കാരൻ അവിടെ ഉണ്ട്, ഞാൻ അങ്ങ് പോവാം എന്നൊക്കെ വളരെ പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നോ? ഇതിൽ നമുക്കൊരു പ്ലാനിങ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം യൂറോപ്യൻ ഫുട്ബോൾ പ്ലേയേഴ്സ് ഒക്കെ സൗദിയിലേക്കൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ 2 വർഷം മുമ്പാണ് ഇപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ ക്ലബ്ബ് അൽ നാസറിൽ റിസൈൻ ചെയ്യുന്നത്. അപ്പൊ തൊട്ടുള്ള ആഗ്രഹമാണ് എനിക്ക് കാണണം എന്നുള്ളത്. ഇനി ഇങ്ങനെ ഒരു പോസിബിലിറ്റി കിട്ടില്ല, മേ ബി റിസൈൻ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട് 2 വർഷം കഴിയുമ്പോൾ. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെ പോകാൻ കാണണമെങ്കിൽ നമ്മൾ ചെറിയൊരു കാര്യം നമുക്ക് എപ്പോഴും ആയിരക്കണക്കിന് പേര് കാണാനുണ്ടാവും. അപ്പൊ നമുക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വഴി തിരഞ്ഞെടുക്കാം. ഇതിനു മുമ്പ് ഞാൻ പോയിട്ടുണ്ട്. അപ്പം യാത്ര ചെയ്യുന്ന ഒരാളാണ്. അതേപോലെ എക്സ്പീരിയൻസസും കൾച്ചറും കാര്യങ്ങളൊക്കെ പഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അറബ് കൾച്ചറും കാര്യങ്ങളൊക്കെ പഠിക്കാം, ഒരു എക്സ്പീരിയൻസ് ആവും. ഇപ്പൊ അറബി അത്യാവശ്യമൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ? കുറച്ചൊക്കെ പഠിച്ചു. അല്ല, അറബി അവിടെ കേട്ടെ. ഈ പോർച്ചുഗീസ് ഭാഷ പഠിക്കുന്നത് ഭയങ്കര വൈറലായിരുന്നു. എനിക്ക് തോന്നുന്നു 8-10 മില്യൺ ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായിരുന്നു ക്രിസ്ത്യാനോയെ കാണുകയാണെങ്കിൽ പോർച്ചുഗീസിൽ പറയാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്ത്? ക്രിസ്ത്യാനോ റൊണാൾഡോനെ കാണുമ്പോൾ എനിക്കിത് പറയണം എന്നുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇങ്ങനെയാണ്, എന്റെ പേര് സിവിൻ ആണ്, സൗദി, കേരള, ഇന്ത്യ. എനിക്ക് മനസ്സിലായി, എന്റെ പേര് സിവിനാണ്, ഞാൻ കേരളയിൽ നിന്നാണ്, ഇന്ത്യയിലാണ്. ഹലോ ക്രിസ്ത്യാനോ. വിൻഡോത്തെ ദുബായ് അറേബ്യ സൗദി 1200 കിലോമീറ്റേഴ്സ്. ദുബായ് ഞാൻ 1200 കിലോമീറ്റർ നടന്നാണ് വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡയറക്റ്റ് കാണാൻ വേണ്ടി നേരിട്ട് കാണാൻ വേണ്ടിട്ടാണ് വരുന്നത്. ഇസ്പെരക്കോ വസെ അസിസ്റ്റ ഇസ്ത വീഡിയോ. അതുകൊണ്ട് ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാണാനൊരു അവസരം തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇത് പുള്ളി പോകുന്നതിന് മുമ്പ് ഞാൻ പോർച്ചുഗീസ് ഭാഷ പഠിക്കുകയാണെങ്കിൽ ക്രിസ്ത്യാനോ കാണാൻ വേണ്ടി നടന്നു പോവാണ്, കാണുകയാണെങ്കിൽ പറയാനുള്ള വീഡിയോ അതാണെന്ന് പറഞ്ഞ് പുള്ളി പഠിക്കണ്ടായിരുന്നു. ഇത് കേരളത്തിൽ, ഇന്ത്യയിൽ നിന്നും വൈറലായിട്ടില്ല, പക്ഷെ പോർച്ചുഗീസിൽ ഇത് ഭയങ്കര വൈറലായിട്ടില്ല. അങ്ങനെയാണ് ഭാഷാ പഠനം. എന്നിട്ട് ഇവിടുന്ന് അങ്ങ് നടക്കാൻ അങ്ങ് തീരുമാനിക്കുന്ന സമയത്ത് ഇത് ഏത് സമയത്ത് അത് പ്ലാൻ ചെയ്യുന്നത്? ഇത് ഞാൻ മാർച്ച് 6 തീയതി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നോയമ്പ് തുടങ്ങുന്ന സമയം കൂടിയായിരുന്നു. നടന്ന് ഞാൻ ദുബായ് കവർ ചെയ്ത് ഇതില് തന്നെയാണ് പോയത്. അതെ, ജബൽ E311 വഴി ഫുള്ള്. നടക്കാൻ പാടുണ്ടോ? പെർമിഷൻ ഇല്ല, പക്ഷെ പോലീസ് ഒന്നും ചോദിച്ചിട്ടില്ല. അല്ല, നിങ്ങൾ പോകുമ്പോ എങ്ങനെയാണ്? വലിയ ബാനറോ പ്ലക്കാർഡുകളോ? ഉണ്ട്, ബാനർ ഉണ്ട്. അതില് നമുക്ക് മാറ്റ്, ടെന്റ് കാര്യങ്ങൾ എല്ലാം ബാഗിലുണ്ടാവും. അപ്പം ബാക്ക് പാക്ക് വഴി നമ്മൾ പോവാം. കയ്യിൽ കുടയുണ്ട്, വെള്ളമുണ്ട്, ബാഗിലുണ്ട്. ഭക്ഷണം നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും കഴിക്കും. പക്ഷെ ഞാൻ മോർണിംഗും ആഫ്റ്റർനൂണും സ്ഥിരം കഴിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനത്തെ കേക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ. കാരണം ഹാർഡായിട്ടൊന്നും കിട്ടാറില്ലായിരുന്നു. ഈവനിങ് കുശാലായിരുന്നു. അപ്പൊ ഒരു ദിവസം എത്ര കിലോമീറ്റർ നടക്കാൻ പറ്റും? ഏറ്റവും കൂടുതൽ ഞാൻ ഡെസേർട്ടിൽ നടന്നത് 53 ആണ്. 53 കിലോമീറ്റർ. അത് അത്ര സ്ട്രെച്ച് ചെയ്യാൻ കാരണം സ്റ്റേ കിട്ടാത്തതുകൊണ്ടാണ്. ഈ 1100 കിലോമീറ്റർ എത്ര ദിവസം എടുത്തു? 38 days. ഒരു ദിവസം ബ്രേക്ക് എടുത്തില്ല. 2-3 ദിവസമൊക്കെ ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ട്, ഓരോ പമ്പിൽ റെസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അടുത്ത ദിവസം അതും കൂടെ കവർ ചെയ്യും ഞാൻ. ഈദ് ഹോളിഡേസിന്റെ അവിടെയാണ്, ആ സമയത്തായിരിക്കും അവിടെ എത്തിയതല്ലേ? പെരുന്നാൾ ദിവസം അവിടെ. അതല്ല ഞാൻ പറഞ്ഞത്, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഒരു വാക്ക് വിളിച്ചിരുന്നെങ്കിൽ ക്രിസ്ത്യാനോയെ കാണുന്ന സമയത്ത്, ഹലോ ക്രിസ്ത്യാനോ, ബാക്കിയുള്ളത് എനിക്ക് കൂടി പറയായിരുന്നല്ലോ. അങ്ങനെ 38 ദിവസം നോൺ സ്റ്റോപ്പ് അങ്ങ് നടന്നു. ഈ നടക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? ഒത്തിരി പ്രശ്നങ്ങളുണ്ടായി. എനിക്ക് അബുദാബിയിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ശേഷമാണ് പിന്നെ പ്രശ്നങ്ങളെല്ലാം വന്നു. ഈ റൂബൽ ഖാലി എന്നൊക്കെ പറയുന്ന ഡെസേർട്ട് ആണ്, ട്രയാങ്കിൾ ബോർഡർ വരുന്ന ഡെസേർട്ട്, ട്രൈ കൺട്രി ഡെസേർട്ട് വരുന്നത്. മാത്രല്ല, ഞാൻ ബസ്സിലാണ് പോയിരുന്നത്. ഒരു മനുഷ്യനെയോ ഒരു ജീവിയോ ഒരു ഒട്ടകത്തെയോ ഒരു ഈച്ചയെ പോലും കാണാതെ അങ്ങ് നീണ്ട് കിടക്കുകയാണ്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞിട്ടല്ലേ നമുക്ക് തന്നെ ഭ്രാന്തായി. വണ്ടിയിൽ
ജീവിച്ചിരിക്കുന്ന സമയത്ത് പോലും ഒരൊറ്റ മനുഷ്യൻ എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ജീവി പോലും ഇല്ലാത്ത സ്ഥലത്തൂടെ മുഴുവൻ ഡെസേർട്ട് അല്ലേ, അങ്ങ് നോക്കുന്ന ഒരു ഹൊറൈസൺ വരെ കാണുന്നത്. അപ്പൊ അവിടെ പോകുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു ചിന്ത, ഒരു പേടിയൊക്കെ വരില്ല നമുക്ക് ഒറ്റയ്ക്ക്? ഞാൻ ചെയ്യാറ് ശരിക്കും ഞാൻ ഇയർഫോണിൽ പാട്ട് വെച്ചിട്ട് നടക്കാറാണ് ശരിക്കും ചെയ്യാറ്. അപ്പം നല്ല അന്ന് അപ്പോഴാണ് മറ്റേ ഈ പാട്ട് എത്ര ദൂരത്തിലാണെന്നുള്ള പാട്ട് ആ പാട്ട് മെയിൻ പാട്ട്. റഹ്മാനെ രാവിലെ ഞാൻ പാടുക. ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു വേറെ വൈബാണ്. പിന്നെ എല്ലാ പാട്ടുകളും കേട്ട് ഞാൻ നടക്കും. പിന്നെ പോലീസ്, ഹാറ്റ്സ് ഓഫ് സൗദി പോലീസിന്റെ. അപ്പൊ ഈ സമയത്തൊക്കെ പോലീസ് ഉണ്ടായിരുന്നു അവിടെ ഡെസേർട്ടിലൊക്കെ? കയറി എൻട്രി ചെയ്ത് കഴിഞ്ഞ സമയത്ത് തന്നെ സൗദി പോലീസ്, അതായത് എമിഗ്രേഷൻ അതെല്ലാം കഴിഞ്ഞു. അപ്പൊ അവർ ചോദിച്ചോ നിങ്ങളോട് എങ്ങനെയാ പോകുന്നതൊക്കെ? അത് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു നടന്ന് കടത്തി വിടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ദുബായ് ജംഗ്ഷനും ബോർഡറും സൗദി ബോർഡറിന് ഇടയ്ക്ക് ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം അവരുടെ പോലീസും ജീപ്പിൽ തന്നെ അപ്പുറത്ത് കൊണ്ടു. അവര് പറഞ്ഞു നിങ്ങൾക്ക് നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നടത്താൻ പറ്റില്ല അവിടെ കൊണ്ടു. പക്ഷെ നിങ്ങൾ ഇന്റൻഷൻ പറഞ്ഞു. ഇന്റൻഷൻ പറഞ്ഞു. അവരൊക്കെയാണ് അവർ ഹാപ്പിയാണ്. കാരണം CR7 സൗദിയുടെ ആളാണല്ലോ. അതെ അതെ. അല്ല, ഇവിടുന്ന് പോകുമ്പോഴും ഹാപ്പിയാണ്, കുഴപ്പമില്ല. നോ പ്രോബ്ലം. മാത്രമല്ല കേട്ടോ, ഞാനിപ്പോൾ പറയട്ടെ, എൻ്റെ അനുഭവം കൂടി പറയട്ടെ. പഴയതുപോലെയല്ല ഇപ്പോൾ സൗദി. നമുക്ക് ഒരു രാജ്യത്തോടുള്ള ഏറ്റവും വലിയൊരു ഇംപ്രഷൻ വരുന്ന ആ ഫസ്റ്റ് നമുക്ക് സീലടിക്കുന്ന ആൾ നമ്മളോട് ചിരിക്കുമ്പോൾ ആ രാജ്യം നമ്മളോട് ചിരിക്കണം. ഇത്തവണ എനിക്ക് പോയപ്പോഴും അങ്ങനെയായിരുന്നു. ഭയങ്കര ഒരു നമ്മളോട് വളരെ വെൽക്കമിങ് ആയിരുന്നു. അങ്ങനെ അവരുടെ വണ്ടി കയറ്റിയിട്ട് നടക്കാൻ പറ്റില്ല, പക്ഷെ എന്നാ നിങ്ങൾ വരും വേണം, കൊണ്ടുപോയി പെട്രോൾ പമ്പിൽ അവിടെ ഡ്രോപ്പ് ചെയ്ത് വിട്ടു. പിന്നെ അവര് തിരിച്ചുപോയി. അവിടെ തൊട്ടിട്ട് പിന്നെ ഞാൻ അവിടെ സിം എടുത്തു. സിം എടുത്ത് യാത്ര സ്റ്റാർട്ട് ചെയ്ത് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പോലീസ് വണ്ടി വന്നു. അവരുടെ ലോക്കൽ ആർമി ഉണ്ട്, അവരാണ് ചെക്ക് ചെയ്യുന്നത്. എന്നോട് എനിക്ക് അറബി അറിയില്ലോ, ഇക്കാമ പാസ്പോർട്ട് എല്ലാം ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ അടുത്ത വണ്ടി ഒരു ഇങ്ങനെ അവര് ഇതാണ് പെട്രോൾ ചെയ്തോണ്ടിരിക്കും. ഇത് വണ്ടി ഞാൻ മുമ്പിൽ കാണിച്ചു എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല, അവരെ കാണിക്കണം. ഒരു ദിവസം 6-7 വണ്ടി വരും. മോണിറ്റർ ചെയ്യും. സൗദി ഹൈവേയുടെ ബ്രോക്കർ ആയിരിക്കും വെച്ചിട്ട് നടുക്ക് മറ്റേ സാധനം ഇല്ല, ഡിവൈഡർ ഇല്ല. ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ തിരിച്ചിങ്ങോട്ട് വരും. അപ്പൊ നമ്മൾ നടന്നു പോകുന്ന കാണുമ്പോൾ പോലീസ് വണ്ടി അങ്ങനെ തന്നെ റിട്ടേൺ നമ്മൾ എടുത്തു ചോദിക്കും, അവർ തന്നെ തിരിച്ചു പോകും. പിന്നെ എന്നോട് ചോദിച്ചു എന്താണ് ഹെൽപ്പ് വേണ്ടത്. പേഴ്സണൽ നമ്പർ വാങ്ങി 6 മണിക്ക് വൈകുന്നേരം 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ വിളിക്കും, എവിടെ എത്തി ചോദിച്ചിട്ട്. പിന്നെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനും എല്ലാത്തിനും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവിടെ വരെ കർജ് വരെ സപ്പോർട്ട്. കർജാണ് മെയിൻ ആയിട്ട് പിന്നെ ഉള്ള ഒരു ഫസ്റ്റ് ഒരു സിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നത് അവിടെ അല്ലേ. അങ്ങനെ 38ാമത്തെ ദിവസം അവിടെ എത്തിക്കഴിഞ്ഞു. പിന്നെ ഈ കാണുന്നത് ഒരു ചടങ്ങല്ലേ, അതപ്പോ അറേഞ്ച് ചെയ്തിട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ഒന്നുമില്ല. നമുക്ക് ക്രിസ്ത്യാനോ പ്രാക്ടീസ് നേരിട്ടൊക്കെ കയറാൻ പറ്റും ഗ്രൗണ്ടിലോട്ട്? ഒരിക്കലും ഇല്ല. നമുക്ക് ഇപ്പൊ എന്താ ഒരു ഇൻഫ്ലുവൻസർ ആൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ സംസാരിച്ച് അവർ ചിലപ്പോൾ കയറ്റിവിടും. ഞാനൊരു ഇൻഫ്ലുവൻസർ നടക്കും. പക്ഷെ സാധാരണക്കാരനെ സംബന്ധിച്ച് സാധാരണക്കാരനെ സംബന്ധിച്ച് നടക്കില്ല. ഭയങ്കര സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല. ഫസ്റ്റ് ദിവസം വന്നപ്പോ എനിക്ക് തോന്നി ഹാർഡ്. പിന്നെ ഞാൻ ഫസ്റ്റ് ദിവസം കണ്ടില്ല. സെക്കൻഡ് ദിവസം ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്ന് ദേ വരുന്ന ആള് പോർഷയില് ഇങ്ങനെ ഞാൻ നിൽക്കണ ബോർഡ് പിടിച്ച് ഇങ്ങനെ നിൽക്കാണ്. ഞാൻ എത്ര മണിക്ക് പോയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്? ഞാൻ 7 മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങി 2.5 മണിക്കൂറാണ് ബസ്സിന് അവിടെ. 36 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞാൽ 10 മണിക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ കറക്റ്റ് എനിക്കറിയില്ല ടൈം എപ്പോഴാണ് വരുന്നത്. 10:45 ആയപ്പോഴത്തേക്കും ഫെറാറിയിൽ ദേ വരുന്നത്. അപ്പൊ ഫസ്റ്റ് ഞാൻ കാണുന്ന അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം വണ്ടി നിർത്തി അവിടുന്ന് ഇറങ്ങി പോയി. ഒരുപാട് പേര് അവിടെ നിൽക്കുന്നുണ്ട്. ക്രിസ്ത്യാനോ റേസ് ചെയ്യുന്നുണ്ട്. പുള്ളി ഇങ്ങനെ കൈയാണ്. ഞാൻ ചെല്ലുന്ന ദിവസം ഫസ്റ്റ് ദിവസം വേറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ക്രിസ്ത്യാനോ പുള്ളി എന്നിട്ട് ട്രെയിനിങ് ഗ്രൗണ്ടിൽ കയറി പോയി. പിന്നെ നമുക്ക് ഗേറ്റിന്റെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അതുവഴി പുള്ളി ട്രെയിൻ ചെയ്യുന്നത് കാണാം. ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പുള്ളിയുടെ ഇന്റർവ്യൂ ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടാവും. ഒരു ദിവസം ഇൻസ്റ്റാഗ്രാമിന്റെ ഒഫീഷ്യൽ വണ്ടി കയറി പോകുന്നുണ്ട് ഉള്ളിലേക്ക്. അന്നാണ് പുള്ളി ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങിയത്. അപ്പം അത് കാണാം. അതിനുശേഷം പുള്ളി ഇപ്പുറത്തെ ഒരു ഓഫീസ് ഉണ്ട്, റോഡ് ക്രോസ് ചെയ്ത് നടന്ന് ഇപ്പുറത്തേക്ക് പോകുന്ന കാണാം. അതൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്ത് 3 മണി വരെ അവിടെ ഇരിക്കുകയാണ്. വെയില. അപ്പൊ കൊട ആയ ദിവസം ഉണ്ടായിരുന്നു. അവിടെ കൊട ചൂടി അവിടെ ഇങ്ങനെ ഇരിക്കും. പുള്ളി പുറത്തിറങ്ങി വരുന്ന കാണാൻ വേണ്ടി. നമ്മൾ മാത്രമേ അത് ഇങ്ങനെ പല ഭാഗത്തുനിന്ന് ഇതുപോലെ പോർച്ചുഗീസ് പഠിച്ച ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആ സമയമൊക്കെ എല്ലാവരും പോയി. പിന്നെ ക്രിസ്ത്യാനോ ഉള്ളിൽ കയറുമ്പോൾ ആളുകൾ പിരിഞ്ഞു. നമ്മളവിടെ ഇരിക്കും. വേറെ ഏതെങ്കിലും ഒഫീഷ്യലായിട്ട് സംസാരിക്കാനൊക്കെ പറ്റുമല്ലോ. അങ്ങനെയാണ് ഓരോരുത്തരും ഒന്ന് സംസാരിക്കുന്നത്, എന്താണ് ഇവിടെ ഇരിക്കുന്നത്, എന്താണ് കാരണം എന്നൊക്കെ ചോദിക്കുന്നത്. ഒത്തിരി ദിവസം ചോദിച്ചു. അങ്ങനെ പുള്ളി അന്നത്തെ ദിവസം പുറത്തിറങ്ങിപ്പോയി. ഞാൻ എന്നെ മൈൻഡ് ചെയ്തില്ല. ഞാൻ അവിടെ ഇരുന്നു. തിരിച്ച് ബസ് കയറി വീട്ടിൽ പോയി. ഈ സെയിം അവസ്ഥ ഒരു 7 ദിവസം ഉണ്ടായി. 7 ദിവസം ഇതേപോലെ രാവിലെ 10 മണിക്ക് ചെന്ന് വൈകിട്ട് 3-4 മണി വരെ ഇരിപ്പുണ്ട്. എന്ന് വരും, ഞാൻ കാണും. പക്ഷെ എന്നെ വണ്ടി ഇല്ല, വണ്ടി നിർത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് പരാതിയില്ല, നാളെ വീണ്ടും മനസ്സിൽ ഭയങ്കര സങ്കടം. അപ്പൊ ഈ സൗദിയിൽ തന്നെ അപ്പം എവിടെയാണ് സ്റ്റേ ഒക്കെ എങ്ങനെയായിരുന്നു? അത് അവിടെ ചെന്നിട്ട് അങ്ങ് കണ്ടുപിടിക്കുമായിരുന്നു? ഞാൻ എത്താനായ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ട് അവിടെ അൽവാദിയിലെ ശരത് ബ്രോ എന്നൊക്കെ പറയുന്ന ബ്രോ ഉണ്ടായിരുന്നു. അവര് മലയാളികളാണ്. അവരെന്നെ വിളിച്ച് അജ്മൽ ശരത് അവർ അങ്ങനെ സിജോ സുനിഷ
അപ്പൊ അവര് വിളിച്ച് ഞാൻ ഹായ് സിജു അജ്മൽ, താങ്ക് യു കേട്ടോ. ഫേസ്ബുക്ക് ലൈവ് അല്ലേ മായ? അപ്പൊ അവരെന്നെ വിളിച്ചു, അവര് റൂമിൽ കൊണ്ടുപോയി. ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ വേണ്ടിയാണ് അവർ കൊണ്ടുപോയത്. അവര് ബ്രോ വരൂ ക്രിസ്ത്യാനോ ഫോട്ടോ തിരിച്ചു പോകുന്നുള്ളത് അവർക്കും അറിയില്ലല്ലോ. ദിവസം ഞാൻ വിളിച്ചു, ബ്രോ എനിക്ക് സ്റ്റേ ഇത്ര പ്രശ്നമാണ്, എന്താ ചെയ്യാ, നീങ്ങ പോരേന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ 14 ഡേയ്സ് അവരുടെ കൂടെ ആയിരുന്നു. അപ്പൊ 2 ആഴ്ച എന്നിട്ട് ഇല്ല, നമ്മൾ 7 ദിവസം ആയിട്ടുള്ളൂ. 7 ദിവസം അവിടെ നിന്നു. 7 ദിവസം ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം അതിനുശേഷം പിന്നെ ഓരോരുത്തർ സെക്യൂരിറ്റിയും അവരുടെ ഒഫീഷ്യലും ട്രെയിനേഴ്സ് ഒക്കെ ചോദിക്കാൻ തുടങ്ങി, എന്താണ് സംഭവം, കുറെ ദിവസമായാലും ഫേസ് എന്നും കാണാം. അതേപോലെ നമ്മുടെ ഗോളി ഉണ്ടോ ഒസ്പാനിയോ, പുള്ളി ചിരിച്ചു കാണിക്കും, കൈ നോക്കി കാണിക്കും. അതേപോലെ മാനെ, അതേപോലെ തന്നെ മാനൊക്കെ എന്ന് വരുന്ന കാണാം. എല്ലാ പ്ലേയേഴ്സും വരുന്ന നമുക്ക് കാണാൻ പറ്റും. ബെൻസും BMW ഫെറാരി എല്ലാം കാണാൻ വേണ്ടി പറ്റും. അവർക്ക് വിഷമം കേട്ടോ, പയ്യനിപ്പോ കാണാറില്ലല്ലോ, പറ്റിയാവോ? ഇതിപ്പോ എനിക്ക് തന്നെ വിഷമം. അപ്പൊ അവരൊക്കെ കാണുന്നുണ്ടെന്നും. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒഫീഷ്യൽ മാനേജ്മെന്റ് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ എന്നും ചോദിക്കാൻ തുടങ്ങി, എന്താണ് പക്ഷെ നോ പെർമിഷൻ, യു കനോട്ട്, ഇവിടെ ഇരിക്കാം, ഇങ്ങനെ കാണാം, റൊണാൾഡോ വണ്ടി നിർത്തിയാൽ യു ക്യാൻ ഗെറ്റ് ദ സിഗ്നൽ, അത്രേ ഉള്ളൂ. അതാ അവര് പറഞ്ഞത്. അങ്ങനെയാണ് MBC ചാനൽ വരുന്നത്, അറബ് ന്യൂസ് MBC ചാനലൊക്കെ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കവറേജ് എടുക്കാൻ വേണ്ടി വന്നു. ഈ ന്യൂസ് വൈറലായതോടുകൂടി മാനേജ്മെന്റ് അറിഞ്ഞു. മാനേജ്മെന്റ് എന്നെ ഉള്ളിലേക്ക് വിളിച്ചു. അവരപ്പോഴത്തേക്കും ഈ സംഭവം MBC കവർ ചെയ്ത് ടെലികാസ്റ്റ് ചെയ്തു, വൈറലായി. അവിടെ വൈറലായി. ട്വിറ്ററിൽ ഏകദേശം 2 lakhിന് മുകളിൽ വ്യൂസ് വന്നു. അങ്ങനെ മാനേജ്മെന്റ് വിളിച്ചു. വിളിച്ചു മീഡിയയുടെ മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് എല്ലാം മനസ്സിലായി, പക്ഷെ ക്ലബ്ബ് വഴി ഒരിക്കലും നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി പറ്റില്ല. അപ്പം സിവിൻ ഇത്രയും എഫോർട്ട് ഒക്കെ എടുത്തു, യു ആർ ബ്രേവ് എന്ന് എന്നോട് പറഞ്ഞു. ബ്രേവ്. അപ്പം ആ എഫോർട്ട് ഒക്കെ എടുത്തുകൊണ്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് തരാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഗിഫ്റ്റ് ബോക്സ് ഗിഫ്റ്റ് ബോക്സ് അപ്പോഴും അവിടെ എത്തിയിട്ടുള്ളൂ. 8 ദിവസമായിട്ടുള്ളൂ. 8 ദിവസമായിട്ടുള്ളൂ. അപ്പം 8 ദിവസമല്ല 10 ദിവസമായി. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അപ്പൊ ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ. അപ്പൊ ഞാൻ അവിടെ ഓഫീസിലേക്ക് സമയത്ത് ഒരു അറബ് എന്നോട് വന്നിട്ട് പറഞ്ഞു, മാനേജർ വിൽ കം നൗ ആഫ്റ്റർ ദാറ്റ് യു ടേക്ക് പിക്ചർ. അപ്പൊ എന്റെ ആത്മാവ് എങ്ങോട്ടോ പോയി. പറയുമ്പോ പക്ഷെ അവര് വന്ന് പിക്ചർ എടുക്കുന്ന പറഞ്ഞത് മാനേജറുടെ കൂടെയാ, വേറെ ഒന്നുമല്ല. മാനേജർ ഹൈ ലെവൽ മാനേജറാണ്. ക്രിസ്ത്യാനോയുടെ മാനേജർ, ക്രിസ്ത്യാനോ മാനേജർ, ക്ലബിന്റെ മീഡിയ മാനേജർ. അപ്പൊ എന്നോട് പറഞ്ഞു, ഇപ്പോൾ ഗിഫ്റ്റ് തന്നിട്ട് പുള്ളി പോയി. ഞാൻ വീണ്ടും ഞാൻ അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായി, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലല്ലോ. പിന്നെ വീണ്ടും ഇത് വീട്ടിൽ കൊണ്ട് വെച്ചു. അന്ന് കളി ഉണ്ടായിരുന്നു, അന്ന് ക്രിസ്ത്യാനോ കളിച്ചില്ല, റെഡ് കാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കളിച്ചില്ല. അതുകൊണ്ട് അൽനാസറിന്റെ ക്ലബ്ബിൽ പോയി അവരുടെ മാനേജ്മെന്റ് കൂടെ അവരുടെ കൂടെ കളി കണ്ടു. പിറ്റേ ദിവസം വീണ്ടും ഞാൻ എന്റെ സെയിം പരിപാടി തന്നെ ഇറങ്ങി. അന്ന് ക്രിസ്ത്യാനോ വരുന്ന സെയിം കാറിൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നു, ഡ്രൈവർ ഇല്ല. ഡ്രൈവർ ഇല്ലാതെ വന്ന ഒരു ദിവസം എന്നെ ഇങ്ങനെ കൈവക്കി കാണിച്ചു. ഞാൻ ഇങ്ങനെ നിൽക്കുക, അപ്പൊ എന്നെ കൈവക്കി കാണിച്ചു. അതിന്റെ ഉള്ളിലേക്ക് പോയി അന്ന് നിർത്തിയില്ല. അപ്പം നിർത്തിയില്ല. അതേപോലെ തന്നെ അൽനാസർ ക്ലബ് മാനേജ്മെന്റിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഈ വീഡിയോ, എന്റെ വീഡിയോ MBC ന്യൂസിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അവർ കണ്ടു. അപ്പം മേ ബി ക്രിസ്ത്യാനോ കണ്ടിട്ടുണ്ടാവാം, നമുക്കറിയില്ല, ഗസ് ചെയ്യണമല്ലോ. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ 2 ദിവസം വീണ്ടും പോയി. അങ്ങനെ 14th ഡേ ഞാൻ ഒരു പ്രതീക്ഷയില്ല, മനസ്സൊക്കെ തളർന്നു. എനിക്ക് തിരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ തിരിച്ചു വരാൻ സമയമായി, ടൈം പോകുന്നുണ്ട്, ഹെൽത്ത് വളരെ മോശമാണ്. അപ്പം നല്ല തണുപ്പാണ് അല്ലേ? തണുപ്പ് രാവിലെ നല്ല തണുപ്പാണ്, അവിടെ ഭയങ്കര ചൂടാ. സമയത്തേക്ക് ഭയങ്കര ചൂട്, ഉച്ചയാകുമ്പോൾ ഭയങ്കര ചൂടാ. അങ്ങനെ ഞാനിങ്ങനെ കുറച്ചും കൂടെ വിടർത്തി ജേഴ്സി ഇങ്ങനെ പിടിച്ച് നിൽക്കണം എന്നോട് സെക്യൂരിറ്റി പറഞ്ഞു. അങ്ങനെ ഞാനിങ്ങനെ പിടിച്ച് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്താണ് ബെന്റ്ലിയിൽ റൊണാൾഡോ ഒട്ടും പ്രതീക്ഷിക്കുന്ന ആ സമയത്ത് വരുന്നു. കാരണം സമയം കഴിഞ്ഞു, ലേറ്റ് ആയിട്ടേ പുള്ളി വരുന്നത്. പുള്ളി വന്നങ്ങോട്ട് ചവിട്ടി, വണ്ടി മുമ്പിൽ ബെന്റ്ലി കൊണ്ട് ചവിട്ടി, എന്നിട്ട് ഗ്ലാസ് മേലെ താത്തി എന്നെ ഇങ്ങനെ വിളിച്ചു. അപ്പൊ എനിക്ക് ഫോണ് പോക്കറ്റില്ല, നമ്മളിങ്ങനെ വലിച്ചു പിടിക്കണം. അപ്പൊ ഫോണ് പോക്കറ്റില്ല, ഫോട്ടോ എടുക്കണോ എന്താന്ന് അറിയത്തില്ല. അപ്പത്തേക്കും സൈഡില് കാറുകളിൽ നിന്ന് ലോക്കൽ അറബ് പിള്ളേരുണ്ടല്ലോ, അവരെല്ലാവരും ഓടി വന്നു, 3-4 പേര്. കാരണം ഇവരെന്നെ ന്യൂസ് കണ്ടിട്ട് ഇവർക്കറിയാൻ നിർത്തുന്നുള്ളത്, ഇവർ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവരെന്താണ് അവര് വെയിറ്റ് ചെയ്തിരിക്കുക, അവര് വേഗം കൊള്ളുന്നില്ല, ഒരു കാറിനുള്ളിൽ ഇരിക്കുക. നിർത്തിയപാട് ഓടി വന്നു. അപ്പൊ ഞാൻ വേഗം ഫോൺ എടുക്കാൻ പോയപ്പോ എന്നോട് പറഞ്ഞു, ഫസ്റ്റ് സിഗ്നേച്ചർ, ഷർട്ട് വലിച്ചു പിടിക്കും. ഞാൻ വലിച്ചു പിടിച്ചു, ഷർട്ട് സൈൻ ചെയ്തു. അപ്പത്തേക്ക് ബാക്കിയുള്ളവർ ഓടി വന്നു. എന്റെ കഴിഞ്ഞു, എന്റെ ചാൻസ് കഴിഞ്ഞു, സിഗ്നേച്ചർ ഇടൽ കഴിഞ്ഞു. പിന്നെ എനിക്ക് എടുക്കാൻ പറ്റുന്ന ഫോട്ടോസ് ആണല്ലോ. ഞാൻ കുറെ ഫോട്ടോസ് എടുത്താ, സിഗ്നേച്ചർ സൈൻ ചെയ്യുന്ന പിന്നെ എടുക്കുന്ന ഫോട്ടോസിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ല. കാരണം എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനെ എവിടെയൊക്കെ ഫോട്ടോസിൽ റൊണാൾഡോ പെട്ടു. ഞാൻ വീഡിയോ എടുത്തു. കറക്റ്റ് ശരിക്കും പറഞ്ഞ 52 seconds ആണ് വണ്ടി നിർത്തിയത്. 2 പേർക്ക് സൈൻ, എനിക്കും എന്റെ ഫ്രണ്ടിനും സൈൻ ചെയ്ത് കൊടുത്തു. ബാക്കി ഫോട്ടോസിൽ എടുത്തു. പുള്ളി ബെന്നിൽ എടുത്തു, ഉള്ളിലേക്ക് കയറി. അതോടുകൂടി സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നെ കണ്ട് കാറ് നിർത്തി. അതെ, ഞാനൊരു മലയാളിയാണ്. സ്വപ്നം കാണാനും അത് നേടിയെടുക്കാനും
പറ്റും. പക്ഷെ അത് ഭയങ്കര ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇത്. അന്ന് ആലോചിക്കുക. അത് ഞാൻ ചോദിക്കട്ടെ, ഈ ഇപ്പൊ ക്രിസ്ത്യാനോ റൊണാൾഡോന്നുള്ള ഒരു ആരാധന അത് ചെറിയ പ്രായം തൊട്ടേ ഉണ്ടാവണമല്ലോ ഇങ്ങനെയൊക്കെ ഒരു ദൗത്യം ചെയ്യണമെങ്കിൽ. സോ ഇത് എപ്പോഴാണ് തുടങ്ങിയത്? ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതലേ മെസ്സി ഫാനാണ്. എനിക്ക് മെസ്സിയാണ് ഭയങ്കര ഇഷ്ടം. പണ്ട് മുതൽ എനിക്ക് മെസ്സി ഫാനാണ്. അതേപോലെ തന്നെ അടുത്ത അമേരിക്കയിലോട്ടായിരിക്കും. പക്ഷേ ഒരു ഫുട്ബോൾ കളിക്കാരോട് ദേഷ്യമില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോ 673 മില്യൺ ഫോളോവേഴ്സുള്ള വേൾഡിലെ ടോപ്പ് പ്ലെയർ ആണ്. അദ്ദേഹത്തെ കാണാൻ ഒരു മെസ്സി ഫാനും ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല. പക്ഷെ ക്രിസ്ത്യാനോ അന്ന് പോർച്ചുഗൽ തോറ്റ സമയത്ത് അദ്ദേഹം കരഞ്ഞ് സ്റ്റേഡിയത്തിൽ ഇറങ്ങി പോകുന്ന ആ ഒരു ഇമോഷൻ ഏതൊരു മനുഷ്യനെ മനസ്സ് തകർക്കുന്ന ഒരു കാര്യം. അപ്പൊ അതൊക്കെ കണ്ടിട്ട് പിന്നെ വീഡിയോസ് എല്ലാം ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. അൽ നാസർ ക്ലബ്ബ് അദ്ദേഹത്തെ എല്ലാം ഫോളോ ചെയ്യാറുണ്ട്. കാണണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് ഞാൻ നേടിയെടുത്തു. I was like a huge, now I am a huge fan. ഹ്യൂമൻ ആണ്, റിയൽ ഹ്യൂമൻ. അതായത് അദ്ദേഹം എല്ലാവരോടും ഭയങ്കരമായിട്ട് മനസ്സിൽ ഫ്രസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ഉണ്ടാവും, ആരായാലും ഉണ്ടാവും. ആൾക്കാരെ ഭയങ്കരമായി ഡീൽ ചെയ്യുന്ന ആളാണ്. അത് എന്താ വെച്ചാൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഉള്ളിൽ ഒത്തിരി പേർക്ക് സിഗ്നേച്ചർ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഫോട്ടോസ് എടുക്കുന്നുണ്ട്, ഒക്കെ സമയം കൊടുക്കുന്നുണ്ട്. അടിപൊളി. ബട്ട് അറ്റ്ലീസ്റ്റ് ഇത് ഈ ക്രൗഡിന്റെ ഇടയിലും ഹി നോട്ടിസ്ഡ് സിവിൻ എന്നുള്ളതാണ്. അപ്പോ സിവിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താണ്, എന്താ ചെയ്യുന്നത്? ഞാൻ ആക്ച്വലി ദുബായിൽ ഒമാൻ ഇൻഷുറൻസ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. ഇപ്പൊ സുക്കൂൺ ഇൻഷുറൻസ് കമ്പനിയാണ്, അതിൽ വർക്ക് ചെയ്യണം. അൽഗോയ ഗ്രൂപ്പിൽ 2 വർഷമായി ഇവിടെ. ഇപ്പൊ ഷാർജ ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇതിന് ഈ ട്രിപ്പിന് വേണ്ടി മാത്രം നമ്മൾ എത്ര ദിവസം ലീവ് എടുത്തു? 60 days ലീവ് എടുത്തു. 2 വർഷത്തേക്കുള്ള ലീവ് ക്ലിയർ ആയി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയാ, ലീവിന് പ്രശ്നമില്ല. നമ്മൾ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പനിയാണ്. അപ്പൊ ഈ നടന്നു പോകാം എന്നുള്ള ഒരു തോട്ട് എപ്പോഴാണ്? ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്ലൈറ്റ് എടുത്തും വേണമെങ്കിൽ ഇങ്ങ് പോവായിരുന്നല്ലോ. ഈ 60 days നടന്നിട്ടുണ്ട്. ഞാൻ കേരള ടു കാശ്മീർ 2021, അതേ വർഷം തന്നെ കേരള ടു വാരണാസി നടന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു നടത്തത്തിലെല്ലാം താങ്ക്സ് ടു കോവിഡ്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ കവർ ചെയ്തത്. കോവിഡിന് വേണ്ടിയിട്ട് കമ്പനിയിൽ ലീവ് അപ്ലൈ ചെയ്തു, സാങ്ഷൻ ആയി കിട്ടി. ട്രിപ്പ് പോകാൻ വേണ്ടി നോക്കുമ്പോൾ വണ്ടി എല്ലാം ബ്ലോക്ക്. അപ്പൊ പിന്നെ സിവിന് എന്തായി കഴിഞ്ഞാൽ ഇറങ്ങിയല്ലേ, എന്താ നടന്നേക്കാ. നടരാജൻ തന്നെയാണ്. കാണട്ടെ, ടീഷർട്ട് കാണട്ടെ. അടിപൊളി, സൂപ്പർ. അങ്ങനെ കാശ്മീരിലേക്കും നടന്നു, വാരാണസിയിലേക്കും നടന്നു, ഇപ്പൊ അങ്ങ് നേരെ സൗദി അറേബ്യയിലേക്ക് നടന്നു. അടുത്ത നടത്തം എവിടേക്കായിരിക്കും പ്ലാൻ ചെയ്യണം? ഞാൻ ആദ്യം GCC കവർ ചെയ്യാൻ വേണ്ടി ഇരുന്നത്, പക്ഷെ ലീവ് പ്രശ്നങ്ങളെല്ലാം നടന്നില്ല. ഇതാണ് അൽ നസറിന്റെ ഒഫീഷ്യൽ ബോക്സ്. ഒന്ന് എനിക്ക് തോന്നുന്നു മായ കൊടുത്താലേ ക്യാമറ മായ തന്നെ ഇതാണ് നമ്മുടെ കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടി അടുത്ത് വെച്ചോളൂ. CR7 സിഗ്നേച്ചർ ആണത്. അതെ, അല്ല ഫസ്ലു സംസാരിക്കാതിരുന്നാല് എന്റെ മൈക്ക് പിടിക്കാം. ഇതാണ് നമ്മുടെ CR7 അങ്ങനെ അടിപൊളി ടീഷർട്ട്, സൂപ്പർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡിലും ഒക്കെ ഉണ്ട്. വെരി ഗുഡ്, നൈസ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ് സിവിൻ. ഒരു സൂപ്പർ ഒരു ദൗത്യം തന്നെയാണ് കേട്ടോ. യു കെൻ ബി വെരി പ്രൗഡ്. കാരണം ആരും ചെയ്യാൻ പോലും ധൈര്യപ്പെടാത്തൊരു സംഭവമാണ് സിവിൻ ആക്ച്വലി ചെയ്തിരിക്കുന്നത് കേട്ടോ. അതെ, അടിപൊളി. അപ്പോൾ ഇനി അടുത്ത പ്ലാനില് അടുത്തെങ്ങാനും ഉണ്ടാകുമോ, അതോ ഇനി ഒരു വർഷം കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് വെയിറ്റ് ഒക്കെ എത്ര ലൂസ് ചെയ്തു? 7 കിലോഗ്രാം ലൂസ് ആയിട്ടുണ്ട്. ആദ്യത്തെ യാത്രയിൽ ഒരുപാട് ലൂസ് ആയിരുന്നു, പറ്റേ ഇതായിരുന്നു ഞാൻ. പക്ഷെ ഈ യാത്രയിൽ കുറച്ചുകൂടി പ്ലാൻഡ് ആയിരുന്നു. കുറച്ച് ദിവസങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. ഫുഡൊക്കെ എനിക്ക് ഒരുപാട് കിട്ടി. വേറെ കാര്യം, ഏകദേശം 13 രാജ്യക്കാരോട് ഇഫ്താർ ഞാൻ ഓപ്പൺ ചെയ്തു സൗദിയിൽ. ഓരോ ദിവസം ഓരോരുത്തർ വിളിക്കായിരുന്നു. ഒരു അവിടെയുള്ള അറബായിട്ടുള്ള ആരും ഉപദ്രവിക്കുക ബുദ്ധിമുട്ടാക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഒറ്റത്തവണ മാത്രം വണ്ടി നിർത്തി എന്നോട് ചോദിച്ചു പൈസ വേണമെന്ന് പറഞ്ഞു. പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം ഫോണ് പുള്ളി മേടിച്ചു. അതായത് അറബി ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് പുള്ളിക്ക് കൊടുത്ത ഫോൺ എടുത്ത് പുള്ളി ഫോൺ തിരിച്ചു തന്നില്ല. അപ്പൊ അങ്ങനത്തെ ചെറിയ ഇഷ്യൂ ഒക്കെ. പക്ഷെ പെട്ടെന്ന് പോലീസ് ഇടപെട്ടു. അതുകൊണ്ട് ഓക്കെ. പോലീസ് എപ്പോഴും പെട്രോളിംഗ് ഉണ്ടല്ലോ. പോലീസ് കൊണ്ട് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. പുള്ളി കൊണ്ട് നിർത്തി കാര്യങ്ങൾ ചോദിച്ചു. പുള്ളിനെ കൂട്ടിപ്പോയി. അപ്പോഴേ ആള് പിടികിട്ടി അവരായിരിക്കുന്നില്ല. അതല്ലാത്ത വേറൊന്നും ഉണ്ടായിരുന്നില്ല. വേറെ ഒരു പ്രശ്നങ്ങളും ഹെൽപ്ഫുൾ ആയിരുന്നു ഭയങ്കരമായിട്ട്. അല്ല, ഇതില് എനിക്ക് നേരത്തെ ആ പൗലോ കൊയ്ലോന്റെ ഒരു ലൈൻ തന്നെയാണ് ഓർമ്മ വരുന്നത് കേട്ടോ. കാരണം നമ്മളൊരു കാര്യത്തിന് തുനിഞ്ഞ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇയാളെ നോട്ടീസ് ചെയ്യാനും MBC ചാനല് അവര് ഇത് ആവാനും വൈറലാവാനും പിന്നെ എല്ലാം കൂടി ഒരു നിമിത്തം വരുന്നത് അത് നമ്മളൊരു കാര്യത്തിന് അങ്ങ് തുനിഞ്ഞിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ശ്രീകാന്തിന്റെ മെസ്സേജ്, ഫസ്ലുവിനെ കൂട്ടി പോയിരുന്നെങ്കിൽ 38 ദിവസം 10 ദിവസമായി
അങ്ങ് തള്ളി എത്തിച്ചേനെ അവിടെ. കൂടെ ഉണ്ടായിരുന്നു. എന്തായാലും അപ്പൊ വളരെ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഇനി അടുത്ത ഒരു മേജർ ഒരു ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ കേട്ടോ സെവൻ. താങ്ക് യു വെരി മച്ച്. അപ്പോ ഐ തിങ്ക് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. കാരണം നമ്മൾ ഒരു മനസ്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടൊരു സംഭവം ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അത് ചെയ്തെടുക്കാനുള്ളൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. അതിന് ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങ് ഒരുമിച്ച് അങ്ങ് വന്നോളും. അതാണ് നമ്മൾ പൗലോ കൊയ്ലോ.